ഹായ് ഓൾ, വെൽക്കം ടു അമ്മൂസ് ആൻഡ് അപ്പോസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പൊട്ടാറ്റോ ഓണിയൻ ഓംലെറ്റ് ആണ്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ടിഫിൻ്റെ കൂടെയും 4 മണിക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഓംലെറ്റ് ആണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ഓണിയൻ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മുട്ട 4 എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയും അതേ രീതിയിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ, ചീസ് 5 പീസസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പൊട്ടറ്റോയും ഒണിയനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഫ്രൈ ആവട്ടെ. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് സവാളയും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒരു ബൗളിലേക്ക് അടിച്ചൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും പൊട്ടറ്റോയും കൂടി മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അപ്പോൾ ഈ പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഈ പാൻ നന്നായി ചൂടായ ശേഷം നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫുൾ ഒഴിച്ചിട്ടില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ബാലൻസുള്ള മിക്സും കൂടി അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് തിരിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുത്ത് ഇതിലേക്ക് കമത്തി കൊടുക്കാം. എന്നിട്ടിത് ഇതേപോലെ തിരിച്ചെടുക്കാം. പിന്നീട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച ശേഷം നമുക്കൊരു തവ കൊണ്ട് അതിലേക്ക് നമുക്ക് തിരിച്ചിടാം. ഇതേപോലെ ഒന്ന് നീക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിത് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഓണിയൻ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.